ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കുകയാണ്. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ രാവിലെ ഞാൻ ചോറും കറിയും ദോശയും സാമ്പാറും ഒക്കെ ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. ചോറൊക്കെ വെച്ചിട്ട് മോൾക്ക് കോളേജിൽ കൊടുത്തു വിടുന്നതുകൊണ്ട് രാവിലെ ചോറൊക്കെ വെച്ചു, കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം എന്താണെന്നറിഞ്ഞില്ല, ഭയങ്കര മടിയൊക്കെ തോന്നും ചില സമയത്ത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അത് കാരണം മോള് പോയതിന് ശേഷം ഒരു 4 ദോശ കൂടെ ഉണ്ടാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പോൾ അപ്പുറത്ത് ചായ ഇട്ടു. പിന്നെ ഇത് ഉള്ളി സാമ്പാറാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ ഞാൻ ചേർക്കാറില്ല. ഇത് പരിപ്പ്, ഉള്ളി, വെണ്ടയ്ക്ക, തക്കാളി ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് സാമ്പാറാണ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഉച്ചയ്ക്ക് കറിക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഒരു അവിയലിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ ആ കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചാൽ മാത്രമേ ഞാൻ വെള്ളം കുടിക്കണ കാര്യം ഓർക്കുകയുള്ളേ. അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ്സിലൊന്നും വെള്ളം എടുത്ത് കുടിക്കണ കാര്യം ഓർക്കത്തില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി കേട്ടോ. നല്ല വയറുവേദനയൊക്കെ ഇരുന്ന് പിന്നെ ഡോക്ടറെ കാണാനും ഒക്കെ പോകേണ്ടിയൊക്കെ വന്നാൽ അത് വിട്. പിന്നെ അതൊക്കെ പറയാൻ പോയെന്ന് രക്ഷയില്ല. പിന്നെ ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജനൽ തുറന്നിട്ടതെന്ന് വെച്ചെന്നാൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മഴക്കാറ് കാണണമെങ്കിൽ ആ ജനൽ തുറന്നിട്ടാലേ പറ്റുള്ളൂ. മുകളിൽ കുറച്ച് തുണി ഇന്നലെ കഴുകിയ തുണികൾ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ അതൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മഴക്കാറ് കാണുമ്പോൾ എനിക്ക് ഉടനെ തന്നെ പോയി അതൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ജനൽ തുറന്നിട്ടത്. സാധാരണ ജനൽ ഞാൻ തുറക്കാറില്ല, പൂച്ച ചാടി കയറുമെന്നേ, ഭയങ്കര ശല്യമാണ് കേട്ടോ. അത് കാരണം ഞാൻ ആ ജനൽ തുറക്കാറില്ല. അപ്പോൾ അതേ നോക്കിയപ്പോൾ ചെറിയ മഴക്കാറ് കയറുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മഞ്ഞൾ പൊടി മാത്രമല്ല, ഉപ്പും കൂടെ കലക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇടും കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതും നാടൻ പച്ചക്കറിയൊന്നും അല്ലല്ലോ, വിഷമടിച്ച് വരുന്നതല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് ഇട്ട് വെച്ചിട്ട് ആ തുണികളൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ കുറച്ച് തുണികൾ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും ഒക്കെ ഒന്ന് കഴുകിയിട്ടേച്ച് വന്നിട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി കൂട്ടുകാരെ, വീഡിയോ ഓണല്ലായിരുന്നു, അവിയൽ ഉണ്ടാക്കുന്ന എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദേ എൻ്റെ അവിയലൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി അവിയലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ കടയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല മഴയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല കാറ്റാണ്. ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണിട്ട് ലൈൻ കമ്പിയൊക്കെ പൊട്ടി റോഡേ വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതിലേന്ന് ആരും വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാറ്റാണ് നമുക്ക് പ്രശ്നം. മഴ എത്ര പെയ്താലും കുഴപ്പമൊന്നുമില്ല. കാറ്റടിച്ച് കഴിഞ്ഞാൽ കറണ്ടും ഉണ്ടാകത്തില്ല, അതും ഒരു വിഷയമാണ്. അപ്പോൾ എന്ത് വന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെ പറ്റയാണ് പടിഞ്ഞാറ് സൈഡിൽ കൂടെ ട്രെയിൻ പോകണതുണ്ട്. ആ റോഡ് കണ്ട, റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡ് കൂട്ടുകാർക്ക് കാണാമോയെന്ന് എനിക്കറിയില്ല. കണ്ട, ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു 3 മണിയായി കേട്ടോ. 3 മണിയായപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ആ ദോശയുടെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ രാവിലെ ദോശ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴും ദോശ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത് അങ്ങോട്ടൊന്നും ഏശത്തില്ല, ഓടത്തില്ലെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ ഓർത്തൊന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ ഉണ്ടാന്ന് നോക്കി മസാല ദോശയ്ക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചുരിദാർ ഇട്ടുണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ കടയിൽ പോയിട്ട് വന്ന വേഷമാണിത് കേട്ടോ. കടയിൽ പോയിട്ട് വന്നതാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ മഴയെല്ലാം കഴിഞ്ഞ് മഴ ഒന്ന് ശമിച്ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കടയിൽ പോയിട്ട് ക്യാരറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ ഈ ഐറ്റംസൊക്കെ വേണം. അപ്പം ഞാൻ കടയിൽ പോയിട്ട് ക്യാരറ്റ് അങ്ങനെ വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, മല്ലിയില, അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് മാറാനൊന്നും ഞാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി കാര്യം മോള് വരുന്ന സമയത്ത് ഇതുണ്ടാക്കി വെക്കണം, വിശന്നേ വരുള്ളൂ. ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വരുന്നതിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയാം. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ച് അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ വെച്ചിരുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തതാണ്, കറിവേപ്പിലയുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പാനിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റെസിപ്പി എല്ലാവർക്കും അറിയാമെങ്കിലും എൻ്റെ സ്റ്റൈലൊന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. ആദ്യം കടുകിട്ടു, പിന്നെ ഒരു 5-6 ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പില്ലേ. അപ്പോൾ അത് ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ആദ്യം പിന്നെ ഇഞ്ചി ഇട്ട് വഴറ്റും. അതിന് ശേഷം സവോള, പിന്നെ ആ ഐറ്റംസ് എല്ലാം ഇട്ട് അങ്ങോട്ടൊന്ന് വഴറ്റാം. അതെല്ലാം വഴറ്റിയതിന് ശേഷം ഒരുപാട് അങ്ങ് വഴന്നൊന്നും പോകണ്ട, ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ച ചുവയ്ക്ക് നിന്ന് മാറിയതിന് ശേഷം മാത്രമേ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒരുപാടല്ല, ഒരു 1/4 ഗ്ലാസ് ഒഴിക്കാം. അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്രയാണ് നമ്മൾ അതിലേക്ക് ഇട്ട കഷ്ണങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ആ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇടണം, ഒരു ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ പൊളിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മസാലയാണിത്. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. പക്ഷേ ഫസ്റ്റ് മസാല ദോശ ഉണ്ടാക്കിയത് വീഡിയോയിൽ കിട്ടിയില്ല കൂട്ടുകാരെ. അതും സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് വീഡിയോ അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തെ മസാല ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ദോശക്കല്ലിലല്ല, ഞാൻ പാനിലാണ് ദോശ ഉണ്ടാക്കുന്നത്. ദോശക്കല്ലിൽ ഉഴുന്ന് ദോശ പിടിച്ചിരിക്കും. ഇത് പാനിലാകുമ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ചില ടിപ്പൊക്കെ പ്രയോഗിക്കാറുണ്ട്. ദോശക്കല്ലിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് പൊരിച്ചെടുക്കും, അല്ലെങ്കിൽ സവോള തൂക്കാറുണ്ട്. അങ്ങനെയുള്ള ടിപ്പൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പം ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോള് വരാനും സമയമാകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണമെന്ന് കരുതിയിട്ട് ഇതിൽ തന്നെ ഉണ്ടാക്കിയാണ്. ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് എണ്ണയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അടച്ച് വയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ദോശ നമ്മൾ ഇടുകയല്ലോ ഈ ദോശ. അപ്പോൾ നമുക്കത് അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. പിന്നെ ആ മസാല ഫില്ലിങ് ഞാൻ ആ നടുക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നാണേ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിമണി ആയിട്ടുണ്ട്. അപ്പോൾ മോള് വന്നു കേട്ടോ. മോള് വന്നപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് കൊടുത്തു. ചൂടോടുകൂടി തന്നെ കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കേണ്ട ഒരു ദോശയല്ല. നമ്മൾ മസാല ദോശ എപ്പോഴും ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ മോൻ വരാൻ സമയമാകുമ്പോഴത്തേക്കും മോൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാനത് മാവ് മാറ്റി വെച്ചിട്ടുണ്ടേ. ദോശമാവും പിന്നെ മസാലയൊക്കെ മാറ്റി വെച്ചു. മോൻ വന്നിട്ട് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ ദോശ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരെണ്ണം കഴിക്കണം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ 2 കൂടെ ഞാൻ ഉണ്ടാക്കി എടുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കൂടെ മോൾക്ക് കൊടുത്തിട്ട് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി ഞാനും കൂടെ നോക്കണമല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.